കുടിയേറ്റ മുസ്ലിം എന്നത് പറയുമ്പോൾ അതിലൊരു ചെറിയ മാറ്റം വരുത്തണം. അനധികൃത കുടിയേറ്റം എന്നുള്ളതാണ്. ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾ, റോഹിംഗ്യ മുസ്ലിങ്ങൾ വിശേഷിച്ചും അവരുടെ പ്രശ്നം സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതരായപ്പെട്ടവരാണ്. സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് അവർ പോരേണ്ടി വന്നത്? സ്വന്തം നാട്ടിലുള്ള ജനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചു വിടുന്നവരായിട്ട്. കടന്നു വരുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ലോകത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ജനവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ റോഹിംഗ്യ മുസ്ലിങ്ങളാണ്. കാരണം അവരുടെ ആക്രമണ ശൈലിയെല്ലാം അങ്ങനെയാണ്. അവർ മതത്തിന്റെ പേരിൽ മാത്രമല്ല ചെയ്യുന്നത്, പണത്തിന് വേണ്ടിയിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രമാണോ സ്ത്രീകളോടും കുട്ടികളോടുള്ള പെരുമാറ്റം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകല്, പിഞ്ചു കുഞ്ഞുങ്ങൾ 5-6 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചതിലും അതിലൊക്കെ വരുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ആളുകളാണ് വരുന്നത്. എത്ര ക്രൂരമായിട്ടാണ് അവർ കൊല ചെയ്യുന്നത്, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നത്. ഇപ്പോ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് 7 മണിക്ക് ശേഷം പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അവർ കടന്നു കയറുന്നു. കാരണം ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. അവരെ എതിർക്കുവാൻ ആരുമില്ല. സർക്കാർ ആണെങ്കിലോ അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ സമൂഹത്തിന് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് കേരളം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു കാലത്ത് ഏറ്റവും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമായിരുന്നു. നമ്മുടെ സ്ത്രീകൾക്ക് ഏത് നട്ടപ്പാതിരയ്ക്ക് നടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ തടയണം. ഇനി ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് രേഖ ഉണ്ടാവണം.